ഹലോ, ഇന്നത്തെ നമ്മുടെ ലെസൺ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡാണ്. ഈ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കുമ്പം ബിഫോർ ദാറ്റ് യു ഷുഡ് വ്യൂ ദിസ് പർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ ബിക്കോസ് എവറിത്തിങ് that we are going to discuss is going to be done using the Galois field of 2 raised to 8 for AES. Okay, so Galois field 2 raised to 8 എങ്ങനെയാണ് പോളിനോമിയൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇൻവേഴ്സും ഒക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിയാമെങ്കിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ യൂട്യൂബ് വീഡിയോ ആൻഡ് I have shared it in classroom already for my students. So I will put this link also in the description box for the students who are viewing online. Okay, now why exactly AES? 1990s ഒത്തിരി പേര് ഈ ഡെസ്സിനെ ബ്രീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ആൻഡ് ദാറ്റ് ഈസ് വെൻ ദേ ഫൗണ്ട് ഔട്ട് ദാറ്റ് 56 ബിറ്റ് കീ പോരാ, അതുകൊണ്ട് ദർ ആർ attacks that can take place, and we already saw linear cryptanalysis and differential cryptanalysis. So അതൊക്കെ വെച്ചിട്ട് എസ് ബോക്സിന് ആണ് ശരിക്കും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന. എസ് ബോക്സിൻ്റെ സെക്യൂരിറ്റി കളയാനായിട്ട് പറ്റും, ഇറ്റ് ഇസ് പോസിബിൾ. അതുകൊണ്ട് ഇൻ 1997 a call was issued for ciphers, better than ഡെസിനെക്കാട്ടിലും സെക്യൂറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സൈഫേഴ്സ് പബ്ലിക് കോൾ ഉണ്ടായി. അതിൽ 98 15 സബ്മിഷൻസ് വന്നു. 99 അത് 5 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, വേരിയസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് 2000 ഫൈനലി റൈൻഡേൽ എന്ന് പറയുന്ന 2 റിസർച്ചേഴ്സിൻ്റെ സൈഫറാണ് AES യൂസ് ചെയ്തത്. റൈൻ ഡേൽ, there were 2 റിസർച്ചേഴ്സ്. ഓക്കെ, ആൻഡ് 2001 സ്റ്റാൻഡേർഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, now the requirement of AES was പല റിക്വയർമെൻറ്റ്സ് കൊടുത്തു. അതിലെ ഫ്യൂ റിക്വയർമെൻറ്റ്സ് ആണ്. ഒന്ന്, സിമെട്രിക് കീ ബ്ലോക്ക് സൈഫർ ആയിരിക്കണം, ബ്ലോക്കിൻ്റെ സൈസ് 128 ബിറ്റ് ആയിരിക്കണം. മൾട്ടിപ്പിൾ സൈസസ് ആസ് 128 192 256 ബിറ്റ് കീ സൈസസ് യൂസ് ചെയ്ത് ഈ അൽഗോറിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്ങർ ആൻഡ് ഫാസ്റ്റർ ദാൻ ഡെസ്. 20 തൊട്ട് 30 വർഷം വരെ അത് ബ്രേക്കബിൾ അല്ലാതെ വർക്ക് ചെയ്യണം. ആൻഡ് ലോട്ട്സ് ഓഫ് അതർ തിങ്സ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻസും അങ്ങനത്തെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ ദ റിക്വയർമെൻറ്റ്സ്. എന്നിട്ട് ഇനീഷ്യൽ ക്രൈറ്റീരിയ AESൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വാസ് സെക്യൂരിറ്റി, കോസ്റ്റ് ആൻഡ് അൽഗോറിതം ഇംപ്ലിമെൻറ്റേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പാരാമീറ്റേഴ്സ് ഇവർ ഈ രീതിയിലാണ് യൂസ് ചെയ്തത്. 128 ബിറ്റ്സിൻ്റെ കീ 3 സൈസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ 128 192 ആൻഡ് 256. 128 ബിറ്റ് സൈസ് എന്ന് പറയുന്നത് 16 ബൈറ്റ്സും 4 വേർഡ്സുമാണ്. ഓക്കെ, സിമിലർലി 24 ബൈറ്റ്സ് 6 വേർഡ്സ്, 32 ബൈറ്റ്സ് 8 വേർഡ്സ്. ഓക്കെ, ബ്ലോക്കിൻ്റെ സൈസ്, ദാറ്റ് ഇസ് ഡേറ്റ ബ്ലോക്കിൻ്റെ സൈസ് എൻക്രിപ്ഷന് 128 ആണ്. സോ ഇറ്റ് ഇസ് 4 വേർഡ്സ് ഓർ 16 ബൈറ്റ്സ്. 128 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ AES ഡിസൈൻ ചെയ്തിരിക്കുന്നത് 10 റൗണ്ടിൽ എൻക്രിപ്ഷൻ നടക്കാനും, 192 കീ ബിറ്റ് സൈസ് യൂസ് ചെയ്ത 12 റൗണ്ട്സിൽ എൻക്രിപ്ഷൻ നടക്കാനും, 256 ആണ് കീ സൈസ് എങ്കിൽ 14 റൗണ്ട്സിൽ എൻക്രിപ്ഷൻ നടക്കാനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ റൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ് കീയുടെ സൈസ് 128 ബിറ്റ്സ് ആണ്. ആൻഡ് ഒറിജിനൽ കീ സൈസും ഇവിടെ 128 തന്നെയാണ്. ആ 128 ബിറ്റ്സിനെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സ്പാൻഷൻ നടത്തിയിട്ടാണ് ഡിഫറെൻറ്റ് റൗണ്ട്സിന് വേണ്ടിയിട്ട് കീസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് 4 വേർഡ്സ് were expanded to 44 words, 52 words and 60 words. ഓക്കെ, ഇനി ഫൈനൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ സെക്യൂരിറ്റി. അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് സബ്മിഷൻ നടന്നത് ജൂൺ 98 2001 ഫൈനലൈസ് ചെയ്യുന്നത്. സോ 3 years പബ്ലിക് സെക്യൂരിറ്റി അനാലിസിസിന് തന്നെ അതിനെ വിധേയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഇംപ്ലിമെൻറ്റേഷൻസിൻ്റെ എളുപ്പം പലതരം അറ്റാക്കുകൾ ചെയ്തു നോക്കി. ആൻഡ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിൻ്റെയും കീ സൈസും എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ്റെ ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതർ ഫാക്ടേഴ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. Okay, now this is just a short list.
5 അൽഗോരിതം കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. റൈൻഡേൽ എന്ന് പറയുന്നത് ബെൽജിയത്തിൽ വന്ന് 2 റൈനം ആൻഡ് ഡേമൺ ആണെന്ന് തോന്നുന്നു, 2 റിസർച്ചേഴ്സിൻ്റെ അൽഗോരിതമായിരുന്നു. ഓക്കെ, ഫൈനലി ഇതൊക്കെ തമ്മിൽ അവർ കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ കണ്ടെത്തിയത് 2 തരം രീതിയിൽ ബ്ലോക്ക് സൈഫർ ഡിസൈൻ ചെയ്യാം. ഒന്ന് കുറേ റൗണ്ടുകൾ വെച്ചിട്ട് സിമ്പിൾ റൗണ്ട്സ് ആയിട്ട്, ഓക്കെ, മൾട്ടിപ്പിൾ ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ റൗണ്ട്സ് ഓർ സ്മോൾ നമ്പർ ഓഫ് കോംപ്ലിക്കേറ്റഡ് റൗണ്ട്സ്. അങ്ങനെ 2 തരമായിട്ടാണ് ഫൈനലി അൽഗോരിതംസ് ഒക്കെ അവർക്ക് കിട്ടിയത്, അവർ അനലൈസ് ചെയ്തപ്പം കണ്ടെത്തത്. ഓക്കെ, നൗ AES സൈഫർ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ 5 സ്റ്റെപ്പ് സൈഫർ. 5 സ്റ്റെപ്പ് സൈഫർ നമ്മൾ ഡെസ് കണ്ടു, ഡെസ് പോലെയല്ല ഇത്. ഒരു ഈസ് എ എല്ലാ 4 ഗ്രൂപ്പ് ഓഫ് ബൈറ്റ്സിനെയും ഒറ്റയടിക്ക് എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ ഒറ്റയടിക്ക് 10 റൗണ്ടിലേക്ക് കൊടുത്ത ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഈ റൈൻഡേലിൻ്റെ സൈഫർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ 5 സ്റ്റെപ്പ് സൈഫർ. ഓക്കെ, ഓരോ റൗണ്ടിലും ആദ്യം ദർ ഇസ് എ ആഡ് റൗണ്ട് കീ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓരോ വേർഡും ഈസ് ഗോയിങ് ടു ബി 16 ബൈറ്റ്സ്, മൊത്തം 128 ബിറ്റ്. അപ്പോൾ ആദ്യത്തെ ഈ W0 to W3 ആ മൊത്തം 128 ബിറ്റും ഉണ്ട്. ഈ 4 വേർഡിൽ നിന്നാണ് ബാക്കി W4 to W43 ബാക്കിയുള്ള റൗണ്ടുകൾക്കുള്ള കീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. വി വിൽ സീ ഹൗ ഇറ്റ് ഇസ് ഡൺ. Okay, now within each round there is a substitute byte round which is going to be done using S-box. Then there is shift rows, simple shift operation aanu. Mix column, again another set of polynomial multiplication operation. Okay, and adutha roundilekku ee mix columninte outputinu kodukkunna add round key aanu idu. Okay, and the add round എന്ന് പറയുന്നത് round key is simply XOR function. Okay, we will see how it is done. അങ്ങനെ there are 9 rounds with 4 functions. ലാസ്റ്റ് റൗണ്ടിൽ മിക്സ് കോളം ഇല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ശരിക്കും AES ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഷിഫ്റ്റ് റോയിലാണ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത്. ബാക്കി എല്ലാ റോസിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നടക്കുന്നത്. Okay, now as we saw ലാസ്റ്റ് റോയിൽ 10ാമത്തെ റോയിലും 12ാമത്തെ റോയിലും 14ാമത്തെ റോയിലും മിക്സ് കോളം ഇല്ല. സോ ഈ 4 ഫങ്ഷൻസും നടക്കുന്നത് 9, 11, 13 റോയ്സിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ XOR ഫങ്ഷൻ അല്ലെങ്കിൽ ലുക്കപ്പ് ടേബിൾസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് വൈ ഈ 2 ഫങ്ഷൻ സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ബോത്ത് ഇൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഓക്കെ, നൗ ഡേറ്റ സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈസ് ഇൻ ഫോം ഓഫ് ടേബിൾസ് അല്ലെങ്കിൽ മെട്രിക്സ് മാനിപ്പുലേഷൻ ആൻഡ് ബൈറ്റ് മാനിപ്പുലേഷൻസ് ആണ് നടക്കുന്നത്. സോ 128 ഡേറ്റ ബ്ലോക്കിനെ 16 ബൈറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഓരോ സെല്ലും IN0, IN1, IN2 എല്ലാം ബൈറ്റുകളാണ്. ഓക്കെ, ഒരു കോളം എന്ന് പറയുന്നതാണ് ആദ്യത്തെ 4 ബൈറ്റുകളാണ് ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് റോ വൈസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഓരോ റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എൻക്രിപ്ഷൻ കൂടി ഫൈനലി ഔട്ട്പുട്ട് ഇസ് out 0 to out 50. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ 128 ബിറ്റ് കീയിനെ 44 എണ്ണമായിട്ട് 44 വേർഡുകളായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ഫ്രം ദിസ് ഫസ്റ്റ് റൗണ്ട് ഇറ്റ് സെൽഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ ഡയറക്റ്റ്ലി ആ ഒറിജിനൽ 128 ബിറ്റ്സുമായിട്ട് XOR ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത റൗണ്ടുകളിലേക്കാണ് എക്സ്പാൻഡ് കീ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ W0 to W3നെ എങ്ങനെ W4 to W7 ആക്കുന്നു, W4 to 7നെ ഇൻപുട്ടായിട്ട് എടുത്തിട്ടാണ് ബാക്കി ഓരോന്നോരോന്നും നമ്മൾ ചെയ്യുന്നത്. സോ ഹൗ വി ക്യാൻ ഡു ദാറ്റ് അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് 128 കീസ് ഉണ്ട്, 128 ബിറ്റ്സ് ഉണ്ട് കീക്ക്. സോ ദർ ആർ 16
ബൈറ്റ്സ്. ആ 16 ബൈറ്റ്സിലെ ഓരോ കോളമാണ് ഓരോ വേർഡ്. ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോളത്തിനെ ആ കറസ്പോണ്ടിങ് വേർഡുമായിട്ട് എക്സോർ ചെയ്യുന്നതിനാണ് ആഡ് റൗണ്ട് കീ എന്ന് പറയും. സിമ്പിൾ എക്സോർ വാല്യൂസാണ്. സോ ഈ അവസാനത്തെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ W43 ആയിട്ടായിരിക്കും എക്സോർ നടക്കുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെ ഈ എക്സ്പ്ലനേഷൻ കാണുന്നതിലും എളുപ്പമാണ്, നമുക്ക് ഡയറക്റ്റ്ലി പോയി നോക്കാം. ദിസ് ഇസ് സിംപ്ലി ടെല്ലിങ് അസ് ദാറ്റ് നമുക്ക് ആ 128 ബിറ്റ്സ്, ദാറ്റ് ഇസ് 4 വേർഡിനെ നമുക്ക് 44 വേർഡാക്കി മാറ്റണം. ഓക്കെ, ആദ്യത്തെ 4 വേർഡ് ഡയറക്റ്റ്ലി ആ 128 ബിറ്റ്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം ഒരു വേർഡിനെ ഈ 3 മാനിപ്പുലേഷൻ നമ്മൾ ചെയ്യുന്നു, എസ് ബോക്സ്, റൊട്ടേറ്റ്, എക്സോർ, എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ബാക്കിയെല്ലാം ഡയറക്റ്റ്ലി പ്രീവിയസ് ഒരു വേർഡുമായിട്ട് എക്സോർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. വാട്ട് ഐ മീൻ ബൈ ദിസ് വി വിൽ ലുക്ക് ഓവർ ഹിയർ. സി, ഇതാണ് നടക്കുന്നത്. ഒറിജിനലി ആദ്യത്തെ 4 വേർഡിനെ എടുത്ത് W0, W1, W2, W3 ഇതെങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്യുന്നത്. ഇനി അടുത്ത W4 to 7 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ ഇതെല്ലാം എക്സോർ ഓപ്പറേഷൻസാണ്. ഓക്കെ, ബട്ട് ദി ഇൻപുട്ട് ടു W4 കിട്ടാനായിട്ടുള്ള 2 ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരെണ്ണം W0 തന്നെയാണ്, ആൻഡ് മറ്റേത് ഈ G എന്ന് പറയുന്ന 3 ഓപ്പറേഷൻസ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് W4 കിട്ടാനായിട്ടുള്ള ഒരു എക്സോർ ഇൻപുട്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് G എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സപ്പോസിങ് W3 ഇസ് ഈക്വൽ ടു, കാരണം ഈ ജിയിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് W3 ആണ്. ഓക്കെ, സപ്പോസിങ് W3 എന്ന് പറയുന്നത് ഇതാ K12, K13, K14, K15. സോ ഈ 4 ബൈറ്റാണ് ഈ വേർഡിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ K12 ഇസ് 7F, K13 ഇസ് 8D, 14 29, 15 ഇസ് 2F. ഓക്കെ, ഇത് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ഓപ്പറേഷൻസിൻ്റെ കോമ്പിനേഷനാണ് G എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഇസ് rotate the word. Okay, so 1 byte rotation, 8D, 29, 2F, 7F. അതിനുശേഷം എസ് ബോക്സ് യൂസ് ചെയ്ത് ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ 8D, 29, 2F, 7F. എസ് ബോക്സ് യൂസ് ചെയ്യുമ്പം 8D, 29, 2F, 7F. ആദ്യം 8D എടുത്തു. 8D എടുത്ത് 8 will represent the row and D will represent the column. So 8ാമത്തെ റോയും D-ാമത്തെ കോളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5D ആണ്. ഓക്കെ, സോ വി ഗോട്ട് 5D. നെക്സ്റ്റ് ടൈം സെക്കൻഡ് റോ ആൻഡ് 9th കോളം, സെക്കൻഡ് റോ 9th കോളം A5. ഓക്കെ, സെക്കൻഡ് റോ Fth കോളം, ദാറ്റ് ഇസ് 15, ആൻഡ് ദെൻ 7th റോ Fth കോളം, 7th റോ Fth കോളം ഇസ് D2. സോ ഇത് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന എസ് ബോക്സിൽ നിന്ന് ഡയറക്റ്റ്ലി ലുക്കപ്പാണ്. ഓക്കെ, അതിനുശേഷം 3ാമത്തെ സ്റ്റെപ്പ് ഇസ് എക്സോർ വിത്ത് എ റൗണ്ട് കോൺസ്റ്റൻറ്റ്. ഈ റൗണ്ട് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞത് എന്തോ, ഈ ഔട്ട്പുട്ടിനെ റൗണ്ട് കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ആ റൗണ്ട് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇതാ. ഓക്കെ, സോ ദർ ആർ 10 റൗണ്ട്സ്. ഈ 10 റൗണ്ട്സിൽ ഓരോ എലമെൻറ്റ്, ഇതെല്ലാം ഗലോവ ഫീൽഡ് 2⁸ ചെയ്യുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് ഫസ്റ്റ് റൗണ്ടിൽ 0, 1 ആണ് ഇൻപുട്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 ബൈറ്റ് ഉണ്ട്. 4 ബൈറ്റിലെ ലാസ്റ്റ് 3 ബൈറ്റ്സിന് 0 തന്നെയാണ്. സോ ഈ വാല്യൂസ് ഇസ് ഓൺലി ദ ലെഫ്റ്റ് മോസ്റ്റ് ബൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് ബൈറ്റിൻ്റെ RCFJ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 into RCFJ - 1, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഓവർ, ദാറ്റ് ഈസ് മോഡ് ഓഫ് GF raised to 2⁸. അത് AESന് യൂസ് ചെയ്യുന്ന പോളിനോമിയൽ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ് കണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, x⁸ + x⁴ + x⁴ + x + 1. ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് ഗലോവ ഫീൽഡ് 2⁸ AESന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ്. സോ ഇവിടെ അപ് ടു 1 into 2 is 2, 2 into 2 is 4, 4 into 2 is 8, 8 into 2 16 ആണ്. സോ അത് വിൽ കം 2⁸ അബവ് വരും. സോ അത് ഗലോവ ഫീൽഡിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ 10, 20, 40, 80 കഴിഞ്ഞിട്ട് വീണ്ടും 160
is not the value that you get. Mod 2 raised to a particular polynomial വെച്ച് ചെയ്യുമ്പോൾ you will get 1b and 36. So ഓരോ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ this was the first round. ഫസ്റ്റ് റൗണ്ടിൽ 0 1 0 0 0 0 0 0 വെച്ചിട്ടാണ് ഈ വാല്യൂവിനെ എക്സോർ ചെയ്തിരിക്കുന്നത്. സോ യു ഗെറ്റ് ഓവർ ഹിയർ 5c. ഓക്കെ, ഇങ്ങനെ അടുത്ത പ്രാവശ്യം അടുത്ത റൗണ്ടിൽ W4 W5 W6 W7 ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അടുത്ത 4 വേർഡ് കിട്ടും. ഇങ്ങനെ ഓരോ റൗണ്ടിലും കീ ഏതാണെന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എടുക്കും. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ കണ്ടു എങ്ങനെയാണ് എസ് ബോക്സ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന്. എക്സ് എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് ബൈറ്റിൻ്റെ ഫസ്റ്റ് 4 bits വിൽ റെപ്രസെൻറ്റ് എക്സ് ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് 4 bits ആർ റെപ്രസെൻറ്റിംഗ് ദ വൈ വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് സെല്ലിലെ വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ കിട്ടുന്നത്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. ഇനി ആ എസ് ബോക്സിനെ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാത്തിലും ഗലോസ് ഫീൽഡ് 2⁸ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റാൻഡമായിട്ട് വാല്യൂസാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ വാല്യൂവും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ വാല്യൂയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തില്ല. സോ 0 0 ഇൻപുട്ടായിട്ട് കൊടുത്ത് GF⁸ ആ പർട്ടിക്കുലർ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ആ പോളിനോമിയലിനനുസരിച്ച് ഇൻവേഴ്സ് കണ്ടെത്തി ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടുന്ന് ഒരു എസ് ബോക്സിൽ നിന്ന് ഡയറക്റ്റ്ലി ഇൻപുട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എസ് ബോക്സ് വാല്യൂവിലേക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, സോ എസ് ബോക്സിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കിയെന്നുള്ളത്, ഈ 3 പ്രോപ്പർട്ടിയാണ് എസ് ബോക്സ് സാറ്റിസ്ഫൈ ചെയ്തത്. ഒന്ന്, there should be a low correlation between the input and the output. Okay, so S box of A is equal to A എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഇല്ല. അതേപോലെ എസ് ബോക്സ് ഓഫ് എ ഇസ് ഇൻവേഴ്സ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് പോയിന്റും ഇല്ല. അതേപോലെ തന്നെ എസ് ബോക്സ് ഓഫ് എയുടെ ഇൻവേഴ്സ് ഓഫ് എസ് ബോക്സ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ എസ് ബോക്സ് ഓഫ് എ ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് എസ് ബോക്സിൻ്റെ വാല്യൂവിൽ നിന്നും ഒറിജിനൽ വാല്യൂവിലേക്ക് ഡയറക്റ്റ്ലി എത്താനായിട്ട് പറ്റത്തില്ല. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് എസ് ബോക്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Okay, and the reason for using Galois field 2⁸ and the affine function കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് സ്ട്രിക്ട്ലി ആവലാഞ്ച് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ഒരു ബിറ്റ് മാറിക്കഴിഞ്ഞാൽ മോർ ദാൻ ഹാഫ് ഓഫ് ദ ബിറ്റ്സ് ചേഞ്ച് ചെയ്യണം. എല്ലാ ബിറ്റുകളും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ 1 bit ചേഞ്ച് ഒരു പർട്ടിക്കുലർ റൗണ്ടിൽ നടന്നാൽ ആ റൗണ്ടിൻ്റെ ഔട്ട്പുട്ടിൽ തന്നെ 2 to 5 bits ചേഞ്ച് ആകണം. ഓക്കെ, അതിന് ഈ പ്രോപ്പർട്ടീസ് എൻഷുർ ചെയ്യുന്ന രീതിയിലാണ് എസ് ബോക്സിനെ ഡിസൈൻ ചെയ്തത്. ആൻഡ് ദി അപ്രോച്ച് വാസ് സിമ്പിൾ. റാൻഡം ആയിട്ടുള്ള സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റർ യൂസ് ചെയ്താണ് എസ് ബോക്സ്. എത്ര ലാർജ് എസ് ബോക്സ് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഈ പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് റാൻഡമായിട്ട് ടെസ്റ്റിംഗ് ആണ് നടത്തിയത്. ഇവാലുവേഷൻ ക്രൈറ്റീരിയ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട്. ഡെസ് ഹ്യൂമൻ കാൽക്കുലേഷനിലൂടെ കണ്ടെത്തിയ എസ് ബോക്സസ് ആണെങ്കിൽ AES മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കീ. വെറാസ് ബ്ലോഫിഷ് അൽഗോറിതം എന്ന് പറയുന്നത് ഇതുപോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്, ബട്ട് ഇറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ കീ. ഓക്കെ, സോ കീ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പെൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഷിഫ്റ്റ് റോ എങ്ങനെയാണ് ആൻഡ് മിക്സ് കോളം എന്താണ്. ഓക്കെ, ഷിഫ്റ്റ് റോ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 16 ബൈറ്റുള്ള ഓരോ വാല്യൂസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ 16 ബൈറ്റ് ഈ രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ ഷിഫ്റ്റ് റോ ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെയാണ് ഔട്ട്പുട്ട് ഒരു റൗണ്ടിൽ. ഓക്കെ, അടുത്ത 3 റോസ് 1 byte ലെഫ്റ്റ് ഷിഫ്റ്റ്, 2 byte ലെഫ്റ്റ് ഷിഫ്റ്റ്, 3 byte ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താണ് ഈ ഔട്ട്പുട്ട്സ് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 byte ടു ദ ലെഫ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് S11, S12, S13, S10. ഓക്കെ, ഇവിടെ ഇത് S21 ആണ്. ഇത് 2 ഷിഫ്റ്റ് ചെയ്യുമ്പം വി ഗെറ്റ് S22, S23, S20, S21. ഓക്കെ, അങ്ങനെ ഈ 3 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റോയും കിട്ടും. സോ ഷിഫ്റ്റ് റോസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മിക്സ്ഡ് കോളം.
മിക്സ്ഡ് കോളം എന്ന് പറയുന്നത് ഇതെല്ലാം ഗാലോവ ഫീൽഡ് 2⁸ mathematical operations are. So it is a polynomial multiplication that is happening on individual columns. Okay, e polynomial fixed are. So 2 3 1 1. So 2⁸ ലായതുകൊണ്ട് 1 എന്ന് പറയുന്നത് is 1 itself polynomial, 3 എന്ന് പറയുന്നത് is x plus 1 and 2 എന്ന് പറയുന്നത് is x. Okay, ആ ഗലോവ ഫീൽഡിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ടാണ് എൻഷുർ ചെയ്തിരിക്കുന്നത് ദറ്റ് അവലാഞ്ച് എഫക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാകും. ഒരു ബിറ്റ് ചേഞ്ച് S000 മാത്രം ഒരു ബിറ്റ് ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. S00 ഒരു ചേഞ്ച് ഈ ഫസ്റ്റ് multiplication operation complete ആവുമ്പോൾ that change is going to be shown in S00, S01, S02 and S03. ഈ 4 പൊസിഷനിലും ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ അത് താഴോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനനുസരിച്ച് അവലാഞ്ച് എഫക്റ്റ് വളരെ കൂടുതലായിട്ട് കാണിക്കും. അതാണ് ശരിക്കും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇത് സെപ്പറേറ്റ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഗലോവ ഫീൽഡ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ദാറ്റ് ഇസ് ബീയിങ് യൂസ്ഡ് ഫോർ ഓൾ ദ എവിടെയൊക്കെ നമ്മൾ ഗലോവ ഫീൽഡ് 2⁸ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ചിട്ടാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതെല്ലാം എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ദാറ്റ്സ് ദെയർ ഇൻ ദ പ്രീവിയസ് വീഡിയോ. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. ഇനി പറയാനുള്ള ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും സിമ്പിൾ എക്സോർ ഫങ്ഷൻ ഓർ ടേബിൾ ലുക്കപ്പ് ടേബിൾസ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ള CPUs വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം. ഇതൊരു കൺസോളിഡേറ്റഡ് ലുക്കാണ്. ആദ്യത്തെ 128 ബിറ്റ്സിനെ വേർഡ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വേർഡിനെയും എസ് ബോക്സിലേക്ക് കൊടുത്ത് ഔട്ട്പുട്ട് ആദ്യത്തെ 4 വേർഡ് ആദ്യം കൊടുത്തു, അടുത്ത 4 വേർഡ്, അങ്ങനെ 16 ഇൻപുട്ടായിട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ബോക്സിലേക്ക് കൊടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഷിഫ്റ്റ് റോയിലേക്ക് കൊടുത്തു, ഷിഫ്റ്റ് റോയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് മിക്സ് കോളത്തിലേക്ക് കൊടുത്തു, മിക്സ് കോളത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് അടുത്ത റൗണ്ട് ആയിട്ട് എക്സോർ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ഓവറോൾ AES ഫങ്ഷൻസ്. ഓക്കെ, ഇനി തിരിച്ച് ഡീക്രിപ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. റൗണ്ട് 1ൻ്റെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റും ഷിഫ്റ്റ് റോയുമാണ്. പക്ഷേ ഇവിടെ ആദ്യം ഷിഫ്റ്റ് റോ ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളാണ്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് മിക്സ് കോളം ആൻഡ് ആഡ് റൗണ്ട് കീ. മിക്സ് കോളത്തിന് ദർ ഇസ് ആൻ ഇൻവേഴ്സ് മിക്സ് കോളം ആൻഡ് റൗണ്ട്, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീങ് ഷോൺ ഓവർ ഹിയർ. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ ആൻഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ് ഓപ്പറേഷൻ ഇൻ എനി ഓർഡർ. ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ ആദ്യം ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ചെയ്താലും സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ചെയ്ത് പിന്നെ ഇൻവേഴ്സ് ഷിഫ്റ്റ് ചെയ്താലും ദ എഫക്റ്റ് ഇസ് ദ സെയിം. അങ്ങനെയാണ് ഇൻവേഴ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിക്സ് കോളവും ആഡ് റൗണ്ട് കീയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലും കാര്യവും ദർ ഇസ് നോ പ്രോബ്ലം. സോ ആ 2 ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലും റിവേഴ്സ് ഓഫ് ദ അൽഗോറിതം നമുക്ക് കിട്ടും. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ. ലുക്കപ്പ് ടേബിൾ ആൻഡ് എക്സോർ ആയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. യു കെൻ സി സിമ്പിളായിട്ട് ഇവിടെ ഇതെല്ലാം ഈ മൾട്ടിപ്ലിക്കേഷൻസ് എല്ലാം ലുക്കപ്പ് ടേബിൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഷിഫ്റ്റ് റോസിന് ദർ ഇസ് എ എക്സോർ ഓപ്പറേഷൻ ഓൾസോ വിത്ത് ദ കീ. സോ ദാറ്റ് ഇസ് ഫോർ ദ ആഡ് റൗണ്ട് കീ. അത് എക്സോർ ഓപ്പറേഷൻസ് ആയിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് വിത്ത് ദിസ് AES is completed. If you have any doubts, please feel free to contact me. And don't forget to like and subscribe. Thank you.